തൃശൂർ കോർപ്പറേഷനിൽ അവസാനഘട്ട പ്രചാരണവുമായി NDA. കൊട്ടിക്കലാശത്തിന് മുൻപ് പരമാവധി വീടുകളിൽ കയറി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. തിരുവമ്പാടിയിലെ 37-ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. രേഷ്മ മേനോൻ ജനം ടിവിയോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്തിനൊപ്പം BJP ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും അധികം വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മത്സരം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് നല്ല കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അടക്കം രംഗത്തിറങ്ങിക്കൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ആ ഒരു വിജയം, ആ ഒരു വിജയത്തിൻ്റെ ഹാങ് ഓവർ മാറുന്നതിന് മുൻപേ എത്തിയിട്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും NDA പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ 37-ാം ഡിവിഷൻ തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. രേഷ്മ മേനോനാണ്. എങ്ങനെയുണ്ട് ഈ അവസാന ഘട്ടത്തിലുള്ള ആ ഒരു പ്രചാരണം? ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു, കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഇതുവരെ വീടുകൾ കയറിയപ്പോൾ കിട്ടിയിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ എങ്ങനെയാണ്? വളരെ നന്നായിട്ട് പോണു. ആൾക്കാരെല്ലാവരും നമ്മളോട് പോസിറ്റീവായിട്ടാണ് നമ്മളോട് പറയുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം ഇവിടെ BJP തന്നെയായിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാവാനുണ്ട്. BJP വന്നപ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഇപ്പം കേന്ദ്രമന്ത്രിയുണ്ട്, ഇവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള MP ഉണ്ട്. ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മാർഗമായിട്ട് ഇവിടുന്ന് ജയിച്ചാൽ നമുക്ക് മാറാൻ പറ്റും. അതൊക്കെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് നമ്മൾ ഓരോ വീട്ടിലും കയറുമ്പോൾ അതാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിയും നരേന്ദ്രമോദി സർക്കാരാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ഇന്ന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെല്ലാം വീട്ടിൽ കയറിയിട്ട് നമ്മൾ പറയുന്നത് തന്നെ. ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവസാന ലാപ്പിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേക്കും? എല്ലാവരും പറയണത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. അതൊരു വലിയൊരു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും വിളിച്ച ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിജയപ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷയുണ്ട്. അതായത് തിരുവനന്തപുരത്തിനൊപ്പം തൃശ്ശൂർ കോർപ്പറേഷനും BJP പിടിക്കും, അല്ലെ NDA പിടിക്കും? എന്തായാലും പിടിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ BJP പ്രവർത്തകർ, NDA സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിജയത്തിൽ, അതായത് കോർപ്പറേഷൻ പിടിക്കുന്നതിൽ കുറഞ്ഞൊന്നും BJP ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അവരുടെ സ്വപ്നങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും BJP ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി എന്താണ് ഫലം എന്ന് 13 വരെ നമുക്ക് കാത്തിരിക്കണം. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം ഇന്ന് വൈകിട്ട് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാവിധ ആവേശങ്ങളും ഈ ഒരു കൊട്ടിക്കലാശത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശ്ശൂർ.